എല്ലാവർക്കും നമസ്കാരം. ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ പാർട്ടിൽ നമ്മുടെ ഗൈഡ് ലൈൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് ഫൗണ്ടേഷൻ സ്റ്റേജിലെ എയിംസ്, കരിക്കുലം ഗോൾസ്, ഡൊമെയിൻസ്, കോമ്പിറ്റൻസീസ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 4 മൈൽ സ്റ്റോണുകളാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഫൗണ്ടേഷൻ സ്റ്റേജുമായി ബന്ധപ്പെട്ടിട്ട്. 1 എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, 2 കരിക്കുലാർ ഗോൾസ്, 3 കോമ്പിറ്റൻസീസ്, 4 ലേണിംഗ് ഔട്ട്കംസ്. വളരെ പ്രധാനപ്പെട്ട 4 പോയിൻറ്റ്സാണ്, ഇത് ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, കരിക്കുലാർ ഗോൾസ്, കോമ്പിറ്റൻസീസ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ്. നമുക്കിത് ഓരോന്നും സാമാന്യമായ രൂപത്തിൽ പരിചയപ്പെടാം. അതിനുശേഷം ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡ് എഴുതുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് താഴെ നിന്ന് മുകളിലേക്കാണ് ആരോട്ട് സൂചിപ്പിക്കുന്നത്. കാരണം ലേണിംഗ് ഔട്ട്കമാണ് ബേസ്, അതിൽ നിന്നാണ് കോമ്പിറ്റൻസി അക്വയർ ചെയ്യുന്നത്, ആ കോമ്പിറ്റൻസികളിൽ നിന്നാണ് കരിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യുന്നത്, ആ കരിക്കുലർ ഗോളിൽ നിന്നാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് എത്തേണ്ടത്. ഈ ഓർഡർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതിലും റൂട്ട് ലെവൽ ലേണിംഗ് ഔട്ട്കം ടു കോമ്പിറ്റൻസീസ്, ദെൻ കോമ്പിറ്റൻസീസ് ടു കരിക്കുലർ ഗോൾസ്, കരിക്കുലർ ഗോളിൽ നിന്ന് എയിംസ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് എത്തണം. ഇനി അത് ഓരോന്നും പരിചയപ്പെടാൻ എന്താണെന്ന്. അതിലാദ്യം എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. Aims are educational vision statements that give broad direction to all deliberate efforts of educational system. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞിട്ടുള്ളൊരു വലിയ വിശാലമായ ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്. അത് എന്നിപ്പോഴേ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ എഫർട്ടുകളും, കരിക്കുലം ഡെവലപ്മെൻ്റ് ആണെങ്കിലും, ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും, ഫണ്ടിങ്ങും ഫിനാൻസിങ്ങും ഗവൺമെൻറ് സെക്ടറിൽ നിന്നുള്ളതാണെങ്കിലും, പീപ്പിൾസ് കപ്പാസിറ്റീസ്, ഇത് എല്ലാം കൂടി ചേർത്ത് ഇതിനെല്ലാം വേണ്ടിയുള്ളൊരു എഫർട്ട് കൊടുക്കാൻ സഹായകമായ വിഷൻ, അത് നമ്മുടെ NEPക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷൻ്റെ അത്രയും കാലഘട്ടം കൊണ്ട് നേടിയെടുക്കേണ്ട ചില വിശാലമായ അർത്ഥത്തോടുകൂടി നമ്മുടെ NEPയുടെ ഡോക്യുമെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുദ്ദേശിക്കുന്നത്. അത് NEPയുടെ ആദ്യത്തെ സെക്ഷന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. NEP എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള കരിക്കുലം ഡെവലപ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ്, ഫണ്ടിങ് ആൻഡ് ഫിനാൻസിങ്, പീപ്പിൾസ് കപ്പാസിറ്റീസ് എക്സെട്ര, ഇതാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ, ഇപ്പോൾ NEP 2020 സ്റ്റേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ദ പർപ്പസ് ഓഫ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. എന്താണ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ പർപ്പസ്? ഇസ് ടു ഡെവലപ്പ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് കേപ്പബിൾ ഓഫ്, നല്ല മനുഷ്യരെ, നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുക. അവർക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷനിൽ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ട ക്വാളിറ്റീസാണ് ഈ പറയുന്നത്. 1 റാഷണൽ തോട്ട് ആൻഡ് ആക്ഷൻ. റാഷണൽ തോട്ട് എന്ന് പറഞ്ഞാൽ യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവും അതിൻ്റെ പ്രവർത്തനവും. പിന്നെ പൊസസിങ് കമ്പാഷൻ ആൻഡ് എമ്പതി. കമ്പാഷൻ എന്ന് വെച്ചാൽ അനുകമ്പ, എമ്പതി സഹാനുഭൂതി. അപ്പം സഹാനുഭൂതിയും അനുകമ്പയും കുട്ടികളിൽ വളർത്തിയെടുക്കുക. കറേജ് ആൻഡ് റെസിലിയൻസ്. കറേജ് എന്ന് പറയുന്നത് ധൈര്യം, റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി. അവൻ കടന്നു വരുന്ന സാഹചര്യങ്ങളോട് മല്ലിട്ട് നിൽക്കാനുള്ള ഒരു കഴിവ്. അടുത്തത് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം. ക്രിയേറ്റീവ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഇതൊക്കെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ലക്ഷ്യം. അപ്പോൾ എയിം ഓഫ് എഡ്യൂക്കേഷനകത്ത് ഒരു എയിം നമുക്കിത് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ ധാരാളം എയിമുകൾ അടക്കം ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റാണ് നമ്മുടെ NEP എന്ന് പറഞ്ഞത്. അത് അക്വയർ ചെയ്യാൻ വേണ്ടി പല ഘട്ടങ്ങളായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ബ്രോഡാണ്. അത് എഡ്യൂക്കേഷൻ്റെ കാലാവധി കൊണ്ട്, മുഴുവൻ സമയം കൊണ്ട് നേടിയെടുക്കേണ്ട ഒന്നാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കരിക്കുലാർ ഗോൾസ്. അത് നമുക്ക് CG എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്, കരിക്കുലാർ ഗോൾസ്. അപ്പോൾ രണ്ടാമത്തെ മൈൽ സ്റ്റോൺ ആണ് മുമ്പേ നമ്മൾ എഴുതിയതിൽ. കരിക്കുലാർ ഗോൾസ് എന്ന് പറയുന്നത് they are statements that give directions to curriculum development and implementation. ഒരു കരിക്കുലം എങ്ങനെ ഉണ്ടാക്കണം, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിനുള്ള ഡയറക്ഷൻ തരുന്ന ഒന്നാണ് കരിക്കുലാർ ഗോൾസ് എന്ന്
പറയുന്നത്. അപ്പോൾ കരിക്കുലത്തിനകത്ത് നമ്മൾ NEPക്കകത്തൊരു എയിമുണ്ട്, ലക്ഷ്യമുണ്ട്. അത് കരിക്കുലം ഡെവലപ്മെൻറ്റിന് അതിനകത്ത് ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരിക്കുലം ഡെവലപ്പ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിർദ്ദേശങ്ങൾ, ഡയറക്ഷൻസ് നൽകുന്ന ഒന്നാണ് കരിക്കുലം ഗോൾസ് എന്ന് പറയുന്നത്. ഇനി ഇത് മുമ്പേ പറഞ്ഞ പോലെ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം എയിംസ് ആൻഡ് ആർ സ്പെസിഫിക് ടു എ സ്റ്റേജ് ഇൻ എഡ്യൂക്കേഷൻ. ഇത് NEPയുടെ എയിംസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഓരോ സ്റ്റേജ് വൈസ് അത് അക്വയർ ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം കരിക്കുലർ ഗോളിന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളാണ് ചിൽഡ്രൻ ഡെവലപ്പ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ദ ഡേ ടു ഡേ ഇൻട്രാക്ഷൻസ് ഇൻ 2 ലാംഗ്വേജസ് ഇസ് എ കരിക്കുലർ ഗോൾ. ഒരു കരിക്കുലർ ഗോളാണ്, എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. കുട്ടികൾ ഇഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഡേ ടു ഡേ ഇൻട്രാക്ഷന്, ഡെയിലി അവരുടെ ലൈഫിൽ ഇൻട്രാക്ട് ചെയ്യാൻ 2 ഭാഷകളിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതൊരു കരിക്കുലർ ഗോളാണ്. അപ്പം കരിക്കുലർ ഗോളിന് എക്സാമ്പിളായിട്ട് ഇതാണ് അവിടെ പറയുന്നത്. ഇനി കോമ്പിറ്റൻസീസ്, നമ്മളതിനെ C എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഒരു കാര്യം സക്സസ്ഫുള്ളായി ചെയ്യാൻ ഒരു കുട്ടിയെ പ്രാപ്തമാക്കുന്ന അവൻ്റെ കഴിവിനെയാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പിറ്റൻസീസ് ആർ ലേണിംഗ് അച്ചീവ്മെൻറ്റ്സ് ദാറ്റ് ആർ ഒബ്സർവബിൾ ആൻഡ് ക്യാൻ ബി അസസ്ഡ് സിസ്റ്റമാറ്റിക്കലി. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികളിൽ അസസ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒന്നാണ് കോമ്പിറ്റൻസി. ദീസ് കോമ്പിറ്റൻസീസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ കരിക്കുലർ ഗോൾസ് ആൻഡ് ആർ എക്സ്പെക്റ്റഡ് ടു ബി അറ്റൈൻഡ് ബൈ ദ എൻഡ് ഓഫ് സ്റ്റേജ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അറ്റൈൻ ചെയ്യുന്ന ഒന്നാവണം കോമ്പിറ്റൻസി. അത് കരിക്കുലർ ഗോളുമായി ബന്ധപ്പെട്ട്, അപ്പോൾ എയിംസ് ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എയിംസ് ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് കരിക്കുലർ ഗോൾസ് കിടക്കുന്നത്. കരിക്കുലർ ഗോൾസുമായി ബന്ധപ്പെട്ടിട്ടാണ് കോമ്പിറ്റൻസി കിടക്കുന്നത്. അപ്പോൾ കോമ്പിറ്റൻസിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോൺവേഴ്സസ് ഫ്ലുവൻ്റ്ലി ആൻഡ് ക്യാൻ ഹോൾഡ് എ മീനിങ് ഫുൾ കോൺവെർസേഷൻ. അതായത് നന്നായിട്ട് സംസാരിക്കാൻ, ഇഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു, അതൊരു കോമ്പിറ്റൻസിയാണ്. ആൻഡ് ക്യാൻ ഹോൾഡ് എ മീനിങ് ഫുൾ കോൺവെർസേഷൻ, വളരെ അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ്. പിന്നെ അണ്ടർസ്റ്റാൻഡ് ഓറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ എ കോംപ്ലക്സ് ടാസ്ക്, ആരുടെയെങ്കിലും ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു കോംപ്ലക്സ് സങ്കീർണമായ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള കഴിവ്. ആൻഡ് ഗീവ്സ് ക്ലിയർ ഓറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ സെയിം ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള കഴിവ്. ഇതൊക്കെ കോമ്പിറ്റൻസികളിൽ പെടുന്നതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഈ കോമ്പിറ്റൻസികൾ നേടിയെടുക്കണം. ആ കോമ്പിറ്റൻസികൾ നേടിയെടുക്കുമ്പോൾ അത് കരിക്കുലർ ഗോളിലേക്ക് മാറ്റപ്പെടും. ആ കരിക്കുലർ ഗോള് കൃത്യമായി നടക്കുന്ന സമയത്ത് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഫുൾഫിൽ ചെയ്യും. ഇപ്പോൾ ഇവിടെ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് നോളജ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, സ്കിൽ, ഇതെല്ലാം കൂടെ ചേരുമ്പം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. ഇനി ഡൊമെയിൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അത് ഡെവലപ്മെൻറ്റിൻ്റെ ഡൊമെയിൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 3 to 8 years, ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജാണ് പറയുന്നത്. അപ്പം ടേക്കിംഗ് വ്യൂ ഓഫ് ദ ഡെവലപ്മെൻറ്റ് പാറ്റേൺ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 3 to 8, ദറ്റ് ഈസ് ഫൗണ്ടേഷൻ സ്റ്റേജ്. ഹൗ ചിൽഡ്രൻ ലേൺ അറ്റ് ദിസ് സ്റ്റേജ്, ഈ സ്റ്റേജിൽ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അപ്പോൾ കരിക്കുലർ ഗോൾസ് ഹാവ് ബീൻ അട്രിക്കുലേറ്റഡ് ഫോർ ദ 5 മേജർ ഡൊമെയിൻസ്. ഈ 5 ഡൊമെയിനാണ് കരിക്കുലർ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഡൊമെയിൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഓരോന്നും ജസ്റ്റ് വായിക്കുക. ഇപ്പം അതിനെക്കുറിച്ച് റിപ്പോർട്ട് കാർഡ് പറയുന്ന സമയത്ത് ഓരോന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ 1 ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, 2 സോഷ്യോ ഇമോഷണൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി ഡെവലപ്മെൻറ്റ്, എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, പോസിറ്റീവ് ലേണിംഗ് ഹാബിറ്റ്സ്. ഈ 5 കീ പോയിൻറ്റും പ്ലസ് പോസിറ്റീവ് ലേണിംഗ് ഹാബിറ്റ്സും കൂടെ വരുമ്പോഴാണ് മൊത്തത്തിൽ 5 ഡൊമെയിൻസ് പ്ലസ് 1 എന്നാണ് പറയുക, എങ്കിൽ 6 ഡൊമെയിൻസ് എന്ന് പറയാം. ഈ ഡൊമെയിൻസ് ഓർത്ത് വെക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിപ്പോർട്ട് കാർഡ് അസസ്മെൻറ്റുകൾ നടത്തുന്നത്. കുട്ടിയെ അസസ് ചെയ്യുന്ന ഈ പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഓർത്ത് വയ്ക്കാം. 1 ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, സോഷ്യോ ഇമോഷണൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി ഡെവലപ്മെൻറ്റ്, എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, പോസിറ്റീവ് ലേണിംഗ് ഹാബിറ്റ്സ്. ഇതിനെ തൈത്തിരീയ ഉപനിഷത്താണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്നത്. അതിനകത്തെ പഞ്ചകോശ വികാസത്തിനെ കണക്ട് ചെയ്യാം. അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ഈ 5 പോയിൻറ്റ്സ് പ്ലസ് പോസിറ്റീവ് ലേണിംഗ് ഹാബിറ്റ്സും കൂടെയുള്ള മൈൽ സ്റ്റോൺ ഡൊമെയിൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓർത്ത് വയ്ക്കാം. നമ്മൾ കുട്ടിയെ അസസ് ചെയ്യുന്നത് ഈ 6 കാര്യങ്ങളിലായിരിക്കും റിപ്പോർട്ട് കാർഡിൽ നമ്മൾ അസസ് ചെയ്യുന്നത്, പ്രത്യേകം ഓർക്കുക. ഇനി 4ാമത് നമ്മൾ പഠിക്കാനുള്ളത് ലേണിംഗ് ഔട്ട്കംസ് ആണ്, ഏറ്റവും അവസാനത്തത്. അപ്പോൾ ഈ കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം കൊണ്ട് അക്വയർ ചെയ്യുന്നതാണ്. സോ കോമ്പിറ്റൻസീസ് ആർ അറ്റൈൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം.
Therefore, interim markers of learning achievements are needed so that teachers can observe and track learning and respond to the needs of the learners continually. ഇൻ്റർം എന്ന് വെച്ചാൽ ഇടക്കാല, അതായത് കോമ്പിറ്റൻസി പറഞ്ഞു ഒരു സ്റ്റേജ് കംപ്ലീറ്റ് നീങ്ങുന്ന പ്രൊസീജിയർ, ഒരു സ്റ്റേജ് കൊണ്ടാണ്, ഇപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജ് കൊണ്ടാണ് കോമ്പിറ്റൻസികൾ നേടിയെടുക്കേണ്ടത്. എന്നാൽ ആ നേടിയെടുക്കുന്ന കോമ്പിറ്റൻസികൾ അവരുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ടീച്ചറിന് മനസ്സിലാകാനുള്ള ഒരു ഇൻ്ററിം എന്ന് വെച്ചാൽ ഇടക്കാല ഒരു മാർക്കറാണ് ഈ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ അളക്കുക, ആ ലേണിംഗ് ഔട്ട്കം കുട്ടിയിൽ എന്തെത്തി എന്ന് മനസ്സിലാകുക വഴി, ടീച്ചറിന് അവരെ ഒബ്സർവ് ചെയ്യുക വഴി അവരുടെ ലേണിംഗ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അവരുടെ ലേണേഴ്സിൻ്റെ നീഡ്സ്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, ലേണിങ്ങിനകത്ത് വേണ്ട സപ്പോർട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദീസ് ഇൻ്ററിം മാർക്കേഴ്സ് ആർ ലേണിംഗ് ഔട്ട്കംസ്. ഈ ഇടക്കാലത്ത് നമ്മൾ കുട്ടികളെ അസസ് ചെയ്ത് അവരുടെ ലേണിംഗ് എത്രത്തോളമാണെന്ന് ട്രാക്ക് ചെയ്യുന്ന അതിനെയാണ് വിളിക്കുന്നത് ലേണിംഗ് ഔട്ട്കംസ്. അത് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ അവരിൽ എത്തിയോ എന്ന് അറിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദസ് ലേണിംഗ് ഔട്ട്കംസ് ആർ ഗ്രാനുലർ മൈൽ സ്റ്റോൺസ് ഓഫ് ലേണിംഗ്. അപ്പോൾ ലേണിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകളാണ് ലേണിംഗ് ഔട്ട്കംസ്. അതായത് ഒരു ക്ലാസ്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കാണും. അത് കുട്ടിയിലെത്തിയോ എന്ന് മനസ്സിലാക്കുക, അത് കുട്ടിയിൽ എത്തണം, അതിനുള്ള മൈൽ സ്റ്റോണുകളാണ് ലേണിംഗ് ഔട്ട്കംസ്. യൂഷ്വലി പ്രോഗ്രസ് ഇൻ എ സീക്വൻസ് ലീഡിങ് ടു അറ്റൈൻമെൻറ്റ് ഓഫ് കോമ്പിറ്റൻസി. ഈ ലേണിംഗ് ഔട്ട്കംസ് ഓരോന്നോരോന്നായിട്ട് കുട്ടി അച്ചീവ് ചെയ്യുമ്പോൾ അത് കോമ്പിറ്റൻസി അച്ചീവ്മെൻറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കോമ്പിറ്റൻസീസ് ആർ അറ്റൈൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. കോമ്പിറ്റൻസി അറ്റൈൻ ചെയ്യുന്നത് കുറേ സമയമെടുത്ത ഒരു സെക്ഷൻ വൈസ് ആയിരിക്കും. ഇപ്പം ഫൗണ്ടേഷൻ ലെവലിൽ കുറേ കോമ്പിറ്റൻസി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വന്ന പ്രിപ്പറേറ്ററി കോമ്പിറ്റൻസി ഉണ്ട്, മിഡിൽ ലെവലിൽ കോമ്പിറ്റൻസി ഉണ്ട്, അതുപോലെ സെക്കൻഡറി ലെവലിൽ കോമ്പിറ്റൻസി ഉണ്ട്. അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ NCF-നകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് കുറേ സമയം കൊണ്ടാണ് നേടിയെടുക്കേണ്ടത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, കുറേ സമയമെടുത്താണ് നേടിയെടുക്കേണ്ടത്. Therefore, interim markers of learning achievements are needed so that, അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് ഈ ഇൻ്ററിം മാർക്കേഴ്സ് വേണം. എന്തുകൊണ്ട്? എന്നാൽ മാത്രമേ അവർക്ക് കുട്ടിയെ ഒബ്സർവ് ചെയ്യാനും അവരുടെ ലേണിംഗ് ട്രാക്ക് ചെയ്യാനും അവരുടെ നീഡ്സിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിനകത്ത്. അത് ഒരു വർഷം നിരന്തരമായി നടക്കേണ്ട ഒന്നാണ്. ലേണിംഗ് ഔട്ട്കംസിൻ്റെ കുട്ടിയിലുണ്ടായോ എന്നുള്ള പരിശോധന നടക്കേണ്ടത്. അപ്പോൾ ലേണിംഗ് ഔട്ട്കംസ് ആണ് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ആ ലേണിംഗ് ഔട്ട്കംസ് കൃത്യമായി അസസ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ കോമ്പിറ്റൻസി കിട്ടിയോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കോമ്പിറ്റൻസിയുമായി ബന്ധപ്പെട്ടാണ് കരിക്കുലർ ഗോൾ ഇരിക്കുന്നത്. കരിക്കുലർ ഗോളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഇരിക്കുന്നത്. ദേ ആർ ഇൻ്റർ റിലേറ്റഡ്. ഓക്കെ, ഇനി അവസാനമായിട്ട് ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. അതായത് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, കരിക്കുലർ ഗോൾസ്, കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ. ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾ ദീസ് ഷുഡ് ബി അക്വയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും NCF-നകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, കരിക്കുലർ ഗോൾസ്, കോമ്പിറ്റൻസി. ഇത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അച്ചീവ് ചെയ്താൽ മതി. അതായത് ഫൗണ്ടേഷൻ സ്റ്റേജ് കഴിയുമ്പോൾ ഇത്ര കോമ്പിറ്റൻസി വേണം, ഇത്ര കരിക്കുലർ ഗോൾസ് വേണം, അതിനനുസരിച്ച് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. പിന്നെ പ്രിപ്പറേറ്ററി സ്റ്റേജ് കഴിയുമ്പോൾ കരിക്കുലർ ഗോൾസ് ഇത്ര, കോമ്പിറ്റൻസി ഇത്ര. മിഡിൽ ലെവൽ വരുമ്പോൾ കരിക്കുലർ ഗോൾസ് ഇത്ര, കോമ്പിറ്റൻസി ഇത്ര. സെക്കൻഡറി ലെവൽ വരുമ്പോൾ കരിക്കുലർ ഗോൾസ് ഇത്ര, കോമ്പിറ്റൻസി ഇത്ര. അങ്ങനെ ഈ കോമ്പിറ്റൻസികളെല്ലാം കൂടെ ചേർന്ന് കരിക്കുലർ ഗോൾസ് എല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഴുവൻ എഡ്യൂക്കേഷൻ്റെ എയിമിലേക്ക് അത് എത്തപ്പെടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലേണിംഗ് ഔട്ട്കം ഓരോ ക്ലാസ്സിലും, ഉദാഹരണം ഫൗണ്ടേഷൻ ലെവൽ എടുക്കുകയാണെങ്കിൽ അരുണിൽ ലേണിംഗ് ഔട്ട്കം അസസ് ചെയ്യപ്പെടണം, ഉദയായിൽ അസസ് ചെയ്യപ്പെടണം, പ്രഭാതിൽ അസസ് ചെയ്യപ്പെടണം, ക്ലാസ് 1 അസസ് ചെയ്യണം, ക്ലാസ് 2 അസസ് ചെയ്യപ്പെടണം. ലേണിംഗ് ഔട്ട്കം ഒരു വർഷത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് എല്ലാ വർഷവും അസസ് ചെയ്യണം. എന്നാൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ, കരിക്കുലർ ഗോൾസ്, കോമ്പിറ്റൻസി ഇവ സ്റ്റേജ് വൈസ്, ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി, ഈ സ്റ്റേജ്. ഇപ്പോൾ ഫൗണ്ടേഷൻ ലെവലാവുമ്പോൾ നമ്മുടെ NCF-നകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത്രയും കോമ്പിറ്റൻസികൾ കുട്ടിയിലെത്തണം, കരിക്കുലർ ഗോൾസ് എത്തണം, അതനുസരിച്ച് എയിം ഓഫ് എഡ്യൂക്കേഷനിലേക്ക് പോകണം. ഇങ്ങനെ 4 സ്റ്റേജ് കഴിയുമ്പോൾ ആ 3 കാര്യങ്ങൾ എത്തണം. എന്നാൽ ആ കോമ്പിറ്റൻസിയിലേക്ക് കുട്ടിയെ എത്താൻ സഹായിക്കുന്ന, ടീച്ചറിനെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ടീച്ചറിന് ആക്ടിവിറ്റീസ് തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ലേണിംഗ് ഔട്ട്കം. അപ്പോൾ ലേണിംഗ് ഔട്ട്കം നമ്മൾ അത് ഇവാലുവേഷനിലൂടെ നമ്മൾ അത് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് തുടർന്നുള്ള ലേണിംഗ്
നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആക്ടിവിറ്റികൾ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഓർത്ത് വയ്ക്കുക. ഇനി ഈ ഫൗണ്ടേഷൻ ലെവലിൽ പ്രത്യേകം ഓർത്ത് വെക്കണം, ഫൗണ്ടേഷൻ ലെവലിനകത്ത് കുട്ടികൾക്ക് 13 കരിക്കുലർ ഗോൾസും 68 കോമ്പിറ്റൻസികളും അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് ഈ 5 വർഷത്തെ ക്ലാസ് കൊണ്ട് കുട്ടിയിൽ 68 കോമ്പിറ്റൻസികൾ എത്തണം, അതിനുള്ള ആക്ടിവിറ്റീസ് വേണം. ആ 68 കോമ്പിറ്റൻസികളിലൂടെ 13 കരിക്കുലർ ഗോൾ അവരിലേക്ക് എത്തണം. ഇതാണ് ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. റിപ്പോർട്ട് കാർഡ് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ 68 കോമ്പിറ്റൻസി ഡീൽ ചെയ്യുന്നുണ്ട്, 13 കരിക്കുലർ ഗോളും ഡീൽ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഈ ക്ലാസ്സിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.